സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തനിക്ക് വ്യക്തിപരമായി നഷ്ടം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇതെന്നും ചുള്ളിക്കാട് പറഞ്ഞു. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാനി, നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുമ്പോൾ താൻ ഉന്നയിച്ച പ്രശ്നം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. കാരണം താൻ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. സാഹിത്യ അക്കാദമി തനിക്ക് നഷ്ടപരിഹാരം ഇതിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല തനിക്ക് ആവശ്യവും, അതായിരുന്നില്ല താൻ ഉദ്ദേശിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സമൂഹം കവികളോടുള്ള ധാരണ, അത്തരം കാര്യങ്ങളിൽ ഒരു കരുതലിൽ വളരെയധികം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിൽ സർക്കാരും സമൂഹവും എല്ലാം തന്നെ ഇത്തരം സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലാതെ തനിക്ക് നഷ്ടപരിഹാരം നൽകി എന്നെ ഒതുക്കുകയല്ല ഇതിൽ വേണ്ടതെന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്ന കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ മിമിക്രിക്കാർക്കും പാട്ടുകാർക്കും നർത്തകർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കുമൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് പരിപാടികൾക്ക് പ്രതിഫലമായി സമൂഹം നൽകുന്നതെന്ന് അദ്ദേഹം തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഞങ്ങളെ പോലുള്ള കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും എന്റെ അക്കാദമി അനുഭവത്തെ മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തനിക്ക് വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന വിഷയമല്ല ഇതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം, അതോടൊപ്പം തന്നെ ഇപ്പോൾ അക്കാദമിയുടെ ഭാരവാഹികൾ നടത്തുന്ന ശ്രമങ്ങൾ, സച്ചിദാനന്ദൻ അടക്കമുള്ളവർ നടത്തുന്ന കഠിന പ്രയത്നങ്ങൾ, ഇതിനെല്ലാം തന്നെ താൻ ആദരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം അയച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആവശ്യമില്ല എന്ന് തന്നെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അശ്വതി, ശരി. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി